ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ധി മഥനവും കൂർമാവതാരവും. ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമ്മഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, പാലാഴി കടയാൻ തുടങ്ങിയപ്പോൾ കടകോലായിട്ട് ഇരുന്ന മന്ദര പർവ്വതം അതിൻ്റെ ഭാരം കൊണ്ടും വെള്ളത്തിൻ്റെ ആ കറക്കം കൊണ്ടും വെള്ളത്തിനടിയിലേക്ക് താണുപോയി. ദേവന്മാർക്ക് വളരെയധികം സങ്കടമായി. അപ്പോൾ ഭഗവാൻ കട്ടിയുള്ള പുറന്തോടോടു കൂടിയ ഒരു ആമയായിട്ട് ആമയുടെ ശരീരം സ്വീകരിച്ച് അവിടെ അവതരിച്ചു. വിഷ്ണു സർവവ്യാപിയായ ഭഗവാനെ ത്വം നിന്തിരുവടി വജ്രാദി വജ്രത്തേക്കാൾ സ്ഥിരതര, ഇവിടെ കടുപ്പം കൂടിയ കർപ്പരേണ, കർപ്പരം എന്ന് പറഞ്ഞ പുറംചട്ട, അപ്പൊ പുറംചട്ടയുള്ളതും ഭഗവാനെ ഗുരുവായൂരപ്പ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, ഭഗവാൻ വജ്രത്തിനേക്കാൾ ഏറ്റവും കടുപ്പം കൂടിയതാണ് വജ്രം. ആ വജ്രത്തിനേക്കാൾ കടുപ്പം കൂടിയ പുറംചട്ടയുള്ളതും പുറന്തോടുള്ളതും വിസ്താരാത് വിസ്താരമുള്ളതും. എത്ര വിസ്താരമുള്ളത്? പരിഗത ലക്ഷയോജനേന. വിസ്താരാത് പരിഗത, ഇവിടെ ലക്ഷയോജനേന, ലക്ഷം യോജന വിസ്താരമുള്ളതും. അംബോധേ കുഹരഗതേന, അംബോധേ സമുദ്രത്തിന്റെ കുഹരഗതേന. കുഹരം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് അടിഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുഹരഗതേന അടിയിലെത്തിയതുമായ, കുഹരം കുഹരഗതേന അടിയിലെത്തിയതുമായ, സമുദ്രത്തിന്റെ അടിയിലെത്തിയതുമായ വർഷ്മണ ശരീരം കൊണ്ട് നിർമ്മഗ്നം താണുപോയ ക്ഷിതിധരനാഥം ക്ഷിതിഭൂമി, ആ മന്ധര പർവ്വതത്തെ, ക്ഷിതിധരനാഥം എന്നിവിടെ ഉപയോഗിക്കുന്നത് മന്ധര പർവ്വതത്തെയാണ്. ആ മന്ധര പർവ്വതത്തെ, ക്ഷിതിധരം ക്ഷിതിഭൂമിയാണ്. ക്ഷിതിധരം എന്ന് പറഞ്ഞാൽ ഇവിടെ പർവ്വതമാണ്. അപ്പൊ അതിൻ്റെയൊക്കെ നാഥനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ മന്ധര പർവ്വതത്തെ ഉന്നിനേധ മേൽപോട്ട് പൊക്കി. അപ്പൊ ഇവിടെ ആമയുടെ രൂപം ധരിച്ച ഭഗവാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് മന്ധര പർവ്വതത്തെ തൻ്റെ ആ കട്ടിയുള്ള പുറന്തോടിന് മുകളില് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പർവ്വതത്തിന്റെ അടിയിലേക്ക് എത്തിയിട്ട് ആ പർവ്വതത്തെ പൊക്കി മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ കൂർമാവതാരത്തിന്റെ ആ പ്രാധാന്യം ഇവിടെ പറയുകയാണ്. എന്തിനാണ് കൂർമ്മമായിട്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചത്, എന്താണ് ഭഗവാൻ എന്നിട്ട് ചെയ്തത്? വജ്രത്തേക്കാൾ കടുപ്പമുള്ള പുറന്തോടോടു കൂടിയ ലക്ഷം യോജന വിസ്താരമുള്ളത്, വളരെ വലുതായിട്ടുള്ള ആ ആമ സമുദ്രത്തിന്റെ അടിയിലെത്തി മന്ധരപർവ്വതത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് ആ പർവ്വതത്തെ, താണുപോയ പർവ്വതത്തെ മേൽപോട്ട് പൊക്കി കൊണ്ടുവന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.